3 മണ്ഡലങ്ങളാണ് കോൺഗ്രസിൻ്റെ ഉദുമ, തൃക്കരിപ്പൂര്, പിന്നെ കാഞ്ഞങ്ങാട്. 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. തോക്കുന്ന സീറ്റുകളിലൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധർമ്മടം, തലശ്ശേരി ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സി കെ ജാനുവിന് മാനന്തവാടി ഇല്ല, കൽപ്പറ്റ പിന്നെ സി കെ ജാനുവിൻ്റെ നേതൃത്വത്തിലില്ല, സുൽത്താൻ ബത്തേരി ഇല്ല. സുൽത്താൻ ബത്തേരി ഐ സി ബാലകൃഷ്ണനെ വീണ്ടും. സി കെ ജാനുവിനെ ഇപ്പം മുന്നണി വിട്ടോളും, തലമുട്ടി അടിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. സി കെ ജാനുവിന് ഇനി പോകാനൊരു മുന്നണിയും ഇല്ലതാണ്. സി കെ ജാനുവിൻ്റെ പൊളിറ്റിക്കൽ കരിയർ എന്ന് പറയുന്നത് അവസാനിച്ചിരിക്കുന്നത്. എല്ലാം അറിയാവുന്നതാണ്, മർമ്മം അറിയുന്ന ആളാണ് അൻവർ. അൻവർ ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരനാണ്, മിടുക്കനാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. എല്ലാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ ഷാഫി അങ്ങ് തീരുമാനിച്ചോ, എൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ വേറെ ആരെയും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഷാഫി കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അങ്ങനെ പറയുന്നൊരു സ്ഥിതി ഉണ്ടായി. ജോസ് കഴിഞ്ഞ ദിവസം മറ്റേ CC മുകുന്ദനെ കാണാൻ വേണ്ടിയിട്ട് തലയിൽ മുണ്ടിട്ട് പോയതൊക്കെ വളരെ വൈറലായിരുന്നു. അതെ, 2020 സാധ്യതയും മുമ്പത്തത്ര ഇല്ലാത്തൊരു സ്ഥിതി കുന്നത്തനാട് മണ്ഡലത്തിലുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ പിന്നെ നിലവിലുള്ള MLA ശ്രീനിജനും കുറച്ച് പരിങ്ങലിലാണ് സ്ഥിതി. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഒടുവിൽ പുലി വരുന്നേ എന്ന് പറയുന്ന പോലെ കോൺഗ്രസിന്റെ ഒരു 55 പേരുടെ ലിസ്റ്റ് ഒടുവിൽ വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ചില ആളുകളെയും പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളെയും നമുക്ക് പരാമർശിക്കാതെ പോകാൻ വേണ്ടി സാധിക്കത്തില്ല. എന്താണ് ഈ ലിസ്റ്റിനോട് രാജൻഭായ്ക്ക് പ്രതികരിക്കാനുള്ളത്? കാസർഗോഡ് ജില്ലയിൽ 3 സീറ്റുണ്ട് കോൺഗ്രസിന്. 3 കഴിഞ്ഞ നാളായി. 1 കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് മത്സരിച്ചത്. 3 മണ്ഡലങ്ങളാണ് കോൺഗ്രസിൻ്റെ ഉദുമ, തൃക്കരിപ്പൂര്, പിന്നെ കാഞ്ഞങ്ങാട്. 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. തൃക്കരിപ്പൂര് ഇപ്പോഴത്തെ ഘട്ടത്തിൽ മുൻതൂക്കമുള്ളത് കഴിഞ്ഞ തവണ ഉദുമയെന്ന് മത്സരിച്ച ബാലകൃഷ്ണൻ പിരയ്ക്കാണ്. വളരെ ജെന്റിൽ ഡീസൻറ്റ് മാൻ ആയിട്ടുള്ള ആളാണ്. ഫൈനൽ ലിസ്റ്റിലുണ്ട് എന്നുള്ള വിവരമാണ് ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ ജില്ലയിലോട്ട് വന്നു കഴിഞ്ഞാൽ തോക്കുന്ന സീറ്റുകളിലൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധർമ്മടം, തലശ്ശേരി ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അവർ ജയിച്ച പിന്നെ സണ്ണി ജോസഫിനെയും അതേപോലെ തന്നെ മറ്റേ സജീവ് ജോസഫിനെയും അവരുമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വെറും ഈ 4 സീറ്റിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട് ജില്ലയിലെ 3 സീറ്റിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലെ 3 സീറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം സി കെ ജാനു അവിടെ കുപ്പായിട്ട് നിൽക്കുകയായിരുന്നു. മാനന്തവാടിയിൽ സി കെ ജാനുവിന് മാനന്തവാടി ഇല്ല, കൽപ്പറ്റ പിന്നെ സി കെ ജാനുവിൻ്റെ നേതൃത്വത്തിലില്ല, സുൽത്താൻ ബത്തേരി ഇല്ല. സുൽത്താൻ ബത്തേരി ഐ സി ബാലകൃഷ്ണനെ വീണ്ടും. സി കെ ജാനു മാത്രമല്ല, PK ജയലക്ഷ്മി 2011 മത്സരിച്ച് വിജയിച്ച് മന്ത്രിയാവുകയും 2016 21 തോൽക്കുകയും ചെയ്ത ഇവിടെ മാനന്തവാടിയിൽ PK ജയലക്ഷ്മിക്കും വീണ്ടും സീറ്റില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യം. സി കെ ജാനു ഇനിയിപ്പം മുന്നണി വിട്ടോളും, തലമുട്ടി അടിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. സി കെ ജാനുവിന് ഇനി പോകാനൊരു മുന്നണിയും ഇല്ലതാണ്. സി കെ ജാനുവിൻ്റെ പൊളിറ്റിക്കൽ കരിയർ എന്ന് പറയുന്നത് അവസാനിച്ചിരിക്കുന്നു. അൻവറിനെ കൂടെ കൂട്ടിക്കൊണ്ട് പുതിയ മുന്നണി ഉണ്ടാക്കാമല്ലോ. അൻവർ അവരൊന്നും കൂട്ടിയിട്ട് മുന്നണി ഉണ്ടാക്കാൻ നിൽക്കത്തില്ല. അൻവറിൻ്റെ വഴിക്ക് പോകും. അൻവറിന് പൊളിറ്റിക്കൽ സെൻസ് ഉള്ള ആളാണ്. രാഷ്ട്രീയമായിട്ട് നല്ല ബുദ്ധിയും വിവരവും അറിവും എങ്ങനെ പറയണം എന്നുള്ള പ്രസന്റേഷൻ സ്കില്ലും ഉള്ള ആളാണ്. നാടൻ ഭാഷ വേണമെങ്കിൽ നാടൻ ഭാഷയിൽ, പിന്നെ പൊളിറ്റിക്കൽ നെക്സസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് എല്ലാം അറിയാവുന്നതാണ്. മർമ്മം അറിയുന്ന ആളാണ് അൻവർ. അൻവർ ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരനാണ്, മിടുക്കനാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. സി കെ ജാനുവിനെ ഒന്ന് അൻവറുമായിട്ട് കൂട്ടിക്കെട്ടാൻ പറ്റത്തില്ല. കൽപ്പറ്റയിൽ സിദ്ദിഖ് തന്നെ. പിന്നീട് വരുമ്പോൾ കോഴിക്കോട് ജില്ലയ്ക്കകത്ത് അവർ പല സീറ്റിലും അവിടെയും ആളുകളെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ജയന്തിനെയും പ്രവീണിനെയും അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും പ്രവീൺ കുറേ നെഞ്ചത്തെടുത്ത് കരഞ്ഞതിനും പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തിന് അന്ന് എല്ലാവരും കെട്ടിപ്പിടിച്ചതിനൊക്കെ ഗുണം കിട്ടി. ആ കരച്ചിൽ കണ്ടിട്ട് മനസ്സിൽ തോന്നിയിട്ട് പ്രവീണിന് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അഭിജിത്തിന് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥലത്തല്ല, അഭിജിത്തിന് നാദാപുരത്താണ് കൊണ്ടേറ്റിരിക്കുന്നത്. കഴിഞ്ഞ തവണ കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രനെതിരെയാണ് അഭിജിത്ത് മത്സരിച്ചത്. അവിടെ പിന്നെ അവിടെ ജയന്തിനെ ആയിട്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നേരെ മലപ്പുറം ജില്ലയിലോട്ട് ജമ്പ് ചെയ്തു. ഇവിടെയും കുറച്ച് സീറ്റുകളാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് പിന്നെ നിലമ്പൂർ പതിവ് പോലെ തന്നെ ഞങ്ങൾ പോകുന്നു. ബാക്കിയുള്ള സീറ്റുകളിൽ പിന്നെ അതായത് മലപ്പുറം ജില്ലയിൽ അവരോട് മത്സരിക്കുന്ന 4 സീറ്റിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വണ്ടൂരിൽ AP അനിൽകുമാർ, നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത്, പിന്നെ നൗഷാദ് അലി പൊന്നാനിയിൽ, VS ജോയി തവനൂര്. 4 സീറ്റ് അവർക്കുള്ള 4 സീറ്റിലെ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആകെ ഫുള്ളായിട്ട് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഒരേ ഒരു ജില്ല മലപ്പുറം ജില്ലയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ പാലക്കാട് ജില്ലയിലോട്ട് പോയി കഴിഞ്ഞാൽ തുളസിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള കളികളാണ് VK ശ്രീകണ്ഠൻ നടത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. തുളസിയെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു കൊണ്ടുവന്നാൽ ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്ന് ഷാഫി ഉറപ്പെടുത്തുന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ വെട്ടൽ നടത്തിയിട്ടുള്ള ഒരാൾ ഷാഫിയാണ് കേട്ടോ. ഷാഫി ഈ അതിനകത്ത് ഇന്നലെ രാത്രി ചെറിയ നാടകീയമായ രംഗങ്ങൾ ദില്ലിയിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മുതിർന്ന ഒരു നേതാവ് ഷാഫിയുടെ അടുത്ത് സന്ദീപ് വാര്യനെ വെട്ടി. തൃശ്ശൂരും തവനൂരും പാലക്കാടും ഒക്കെയാണ് സന്ദീപ് പ്ലേസ് ചെയ്യപ്പെടുന്നത്. സന്ദീപ് BJP തന്നെ നിന്നിരുന്നെങ്കിൽ അന്ന് K സുരേന്ദ്രനുമായിട്ടുള്ള ക്ലാഷ് കൊണ്ടാണ് സന്ദീപിനെ കോർണർ ചെയ്യുന്നൊരു നീക്കം ഉണ്ടായത്. കൃഷ്ണകുമാറുമായിട്ടുള്ള ഈ 2 പേരുമായിട്ടുള്ള പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള കൃഷ്ണകുമാർ, കാരണം 2 പേരും പാലക്കാട് ജില്ലക്കാരാണ്. അതിൻ്റെ ഭാഗമായിട്ട് K സുരേന്ദ്രൻ ആ ഒരു ടീമുമായിട്ടുള്ള ക്ലാഷിൽ നിന്ന് പുറത്താണ് വിട്ടുപോകുന്നത്. അങ്ങനെ വിട്ടുപോരാനാണെങ്കിൽ ശോഭാ സുരേന്ദ്രനും വിട്ടുപോരേണ്ടതാണ്, തീർച്ചയായിട്ടും കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ നിന്നതുകൊണ്ട്
ഇപ്പൊ അവർക്ക് ശോഭയ്ക്ക് ഒരു എ ക്ലാസ് മണ്ഡലം കിട്ടി പാലക്കാട്. നമ്മൾ കരുതിയത് അമ്പലപ്പുഴയോ കായംകുളം പ്രതീക്ഷിച്ചിരുന്നു. എന്തായിരുന്നാലും അത് മാറി പാലക്കാട് തന്നെ കൊടുത്തപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പം ഈ ലോബിയും അവിടെ നടക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ്. സന്ദീപ് വാര്യർ നിന്നിരുന്നെങ്കിൽ അനൂപ് ആന്റണിയെയും ഷോൺ ജോർജിനെയും പോലെ സന്ദീപ് വാര്യറും ഇപ്പം രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുനടന്നേനെ. തീർച്ചയായിട്ടും ഒരു അബദ്ധം പറ്റിപ്പോയി സന്ദീപ് വാര്യർക്ക്. പക്ഷേ അവർ അക്കോമഡേറ്റ് ചെയ്യേണ്ടതായിരുന്നു സന്ദീപ് വാര്യരെ. അപ്പോൾ ഇന്നലെ സന്ദീപ് വാര്യരെയും കൂടെ വിട്ടുന്ന സ്ഥിതി വരികയും തങ്കപ്പേട്ടനെയും കൂടെ വെട്ടാനുള്ള നീക്കം ഷാഫിയുടെ ഭാഗത്തുനിന്നുണ്ടായി. തങ്കപ്പേട്ടന് നെന്മാറ സീറ്റ് കൊടുത്തിട്ടുണ്ട്. നെന്മാറ അങ്ങനെ CPM ഒരു സീറ്റാണ് അവിടെ കോൺഗ്രസ് അങ്ങനെ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ തങ്കപ്പേട്ടന് ഇമേജുള്ള മനുഷ്യനാണ്. ഒരു DCC പ്രസിഡന്റുമാരിൽ മാന്യമായി സംസാരിക്കുകയും അഗ്രസീവായിട്ട് ഒന്നിലേക്കും പോകാതിരിക്കുകയും ഒക്കെ ചെയ്തൊരു ഡീസൻറ്റ് പൊളിറ്റീഷ്യനാണ്. സന്ദീപ് വാര്യരെയും വെട്ടി തങ്കപ്പൻ ചേട്ടനെ ഇവിടെ വെട്ടി അങ്ങനെ പലയിടത്തും വെട്ടിന നടന്നു നോക്കി. പ്രത്യേകിച്ച് യുവ നേതാക്കന്മാരെയും വെട്ടുന്നു. പാലക്കാട് ജില്ല എന്നുള്ളത് യുവയൊന്നോ പ്രായമുള്ളവരൊന്നോ ഒന്നുമില്ല. എല്ലാവരും വെട്ടും. KSക്കാരെ തൊട്ട് പിന്നെ കുടിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരെ വരെ എതിരായിട്ട് നിൽക്കുന്നവരെ എല്ലാം വെട്ടുക എന്നുള്ളത്, നിശബ്ദരാക്കുക എന്നുള്ളത് വന്നപ്പം അവസാനം കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ്, കോൺഗ്രസ് നേതാവ്, ഒരു CM കാൻഡിഡേറ്റ്, അദ്ദേഹം ഷാഫിയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഷാഫി എല്ലാ സ്ഥാനാർത്ഥികളുടെയും ലിസ്റ്റിങ് തന്നേക്ക്, അത് ഞങ്ങളങ്ങ് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. എല്ലാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ ഷാഫി അങ്ങ് തീരുമാനിച്ചോ, എൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ വേറെ ആരെയും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഷാഫി കൊണ്ടുവന്നോളാം പറഞ്ഞു. അങ്ങനെ പറയുന്നൊരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് പിന്നെ തങ്കപ്പൻ ചേട്ടനെ കയറി വരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തും വടക്കാഞ്ചേരിയിലും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിൽ അവിടുത്തെ DCC സെക്രട്ടറിക്കാണ്, KPCC സെക്രട്ടറിക്കാണ് അതിന് മുൻതൂക്കം ഉള്ളതെന്നുള്ളത് രാജേന്ദ്രൻ അരക്കത്തിന് ആണ് പിന്നെ മുൻതൂക്കം ഉള്ളതെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ആ ചർച്ച അവിടെ വേറെയും പേരുകൾ ഉയർന്നു വരുന്നുണ്ടായിരിക്കും. മറ്റേ ആൾ പഴയ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അതിന് വേണ്ടി നോക്കുന്നുമുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള കളിയുടെ ഭാഗമായിട്ട് ജോസ് വള്ളൂർ കഴിഞ്ഞ ദിവസം മറ്റേ CC മൂന്നിനെ കാണാൻ വേണ്ടിയിട്ട് തലയിൽ മുണ്ടിട്ട് പോയതൊക്കെ വളരെ വൈറലായിരുന്നു. അതെ, പിന്നെ അവിടെ ഈ രാജേന്ദ്രൻ തന്നെ നിൽക്കുന്നതായിരിക്കും ആ മണ്ഡലത്തിന് ഏറ്റവും നല്ല കാര്യം എന്നുള്ള അഭിപ്രായത്തിലാണ് നമ്മൾ, എൻ്റെ ഒരു അഭിപ്രായം, രാഷ്ട്രീയ നിരീക്ഷണം വെച്ചിട്ട്. ഇപ്പുറത്ത് ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടില്ല. അവിടെ ഹരിമാഷുണ്ട്, PK ശശി അവിടെ മത്സരിക്കാൻ റെഡിയായിട്ട് CPM വന്ന് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ആ കാര്യത്തിനകത്ത് അവർക്കൊരു കൺഫ്യൂഷനുണ്ട്. കാരണം ഇവരിതുവരെ ആരോപിച്ച ആരോപണങ്ങൾ ബൂമറാങ് പോലെ തിരിച്ചടിക്കുമോ എന്നുള്ള സ്ഥിതിയുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് പിന്നെ തൃശ്ശൂർ തന്നെ എല്ലാ സീറ്റിലും ഒന്നും ആളുകളെ പ്രഖ്യാപിച്ചിട്ടില്ല. നാട്ടികയിൽ സുനിൽ ലാലൂരാണ് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. മണലൂർ TN പ്രതാപൻ മത്സരിക്കുന്നുണ്ട്. ഉണ്ട് അവിടെ. പിന്നെ പക്ഷേ CC മുകുന്ദൻ്റെ പേര് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. CC മുകുന്ദൻ മറ്റേ BJP ആണോ? യെസ് BJP ആണ്. യെസ്. പിന്നെ പാലക്കാട് രമേശ് പിഷാരടിയെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു കളിയുടെ ഭാഗമാണ്. അത് മാലങ്കേനക്ക് പകരമായിട്ട് ജോസ് പ്രകാശിനെ പ്ലേസ് ചെയ്തു. അത്രയേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ TG രവിയെ പ്ലേസ് ചെയ്തേക്കുന്നതായിരിക്കും. അപ്പോൾ അതേ ഉള്ളൂ. രവിചേട്ടനെ നിങ്ങൾ പറയല്ലേ മാലങ്കേന കാര്യമൊന്നും. അവർ സിനിമയിൽ മാത്രമേ ഉള്ളത്, അല്ലാത്തപ്പില്ല. പിന്നെ എറണാകുളം ജില്ലയിലേക്ക്, തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് വന്നിട്ട് നമ്മൾ എറണാകുളം ജില്ലയിലേക്ക് എത്തുകയാണെങ്കിൽ, അതായത് തൃശ്ശൂർ രാജൻ P പള്ളനാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥാനാർത്ഥി. അർഹതപ്പെട്ട സീറ്റാണത്, ആണ്, പണിയെടുത്ത സംശയമൊന്നുമില്ല. പക്ഷേ സന്ദീപ് വാര്യരെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യേണ്ടതായിരുന്നു. ചാലക്കുടിയിൽ സിറ്റിംഗ് MLA സനീഷ് കുമാർ ജോസഫ് തന്നെയാണ്. കടുത്ത മത്സരത്തെയാണ് സനീഷ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. ചാലക്കുടി അതായത് കോൺഗ്രസിന്റെ മണ്ഡലവും അല്ല, CQ പറഞ്ഞാൽ. ചാലക്കുടിയിൽ പണ്ട് അവിടെ നിന്ന് സാവിത്രി ലക്ഷ്മണൻ ജയിച്ചു, കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ് ആയിരുന്നു. പക്ഷേ BD ദേവസ്വം ഇത് കഴിഞ്ഞിട്ട് അവിടെ 3 തവണ തുടർച്ചയായിട്ട് ജയിച്ചായിരുന്നു. അവിടെ 2006, 2011, 2016 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. 2021 പിന്നെ സനീഷ്, ഇവർക്ക് പല സീറ്റുകളും നഷ്ടപ്പെട്ടപ്പോൾ സനീഷും CR മഹേഷുമാണ് ഓരോ സീറ്റ് പിടിച്ചെടുത്തത്. അന്ന് അച്ചുമ്മൻ ഉൾപ്പെടെയുള്ളവർ അവിടെ പ്രചരണത്തിനും പോയായിരുന്നു 2021. അവിടെ നിന്ന് പുതുക്കാട് അതൊക്കെ വിട്ടുപോരാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊടുങ്ങല്ലൂർ OJ ജനീഷിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. അതും ഷാഫിയുടെ നോമിനിയാണ്. ഷാഫിയുടെ നോമിനിയായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. OJ ജനീഷിനെതിരെ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചു എന്ന ആരോപണം അവിടുത്തെ DCC സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആൾ ഉയർത്തിയിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ മുമ്പ് എയർ ചെയ്തിട്ടുള്ളതായിരുന്നു, എൻ്റെ രേഖ സഹിതം പരാതി കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് എറണാകുളം ജില്ലയിലോട്ട് എത്തുമ്പം അങ്കമാലിയിൽ പ്രിയങ്കരനായ റോജി M ജോൺ വീണ്ടും മത്സരിക്കുന്നുണ്ട്. ആലുവയിൽ അൻവർ സാദത്തിന് പകരം അവിടെ ഇപ്പോൾ പ്ലേസ് ചെയ്യാൻ സ്ഥാനാർത്ഥിയൊന്നുമില്ല. പറവൂർ VD സതീശൻ തന്നെ വീണ്ടും മത്സരിക്കുന്നു. പറവൂർ VD സതീശൻ എന്നുള്ളത് നമുക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എറണാകുളത്ത് TJ വിനോദ്, അതും സംശയമില്ലായിരുന്നു. തൃക്കാക്കരയിൽ ഉമാ തോമസ്. കുന്നത്തുനാട് എന്ന ഒരു ഘട്ടത്തിൽ 2020 കൂടെ കൂട്ടുകയാണെങ്കിൽ ആ സീറ്റ് 2020 കൊടുക്കാം, അതിന് പകരം സജീന്ദ്രനെ വൈക്കത്തോ അടൂരോ നിർത്താം എന്നുള്ളതായിരുന്നു വരെ തീരുമാനം കോൺഗ്രസിനകത്തുണ്ടായിരുന്നത്. പക്ഷേ അതിനിടയ്ക്കാണ് 2020 അപ്രതീക്ഷിതമായി BJPയുമായിട്ട് മുന്നണിയാവുന്നത്. BJPയുമായിട്ട് മുന്നണിയായ സമയത്ത് 2020യുടെ സാധ്യതയും മുമ്പത്തത്ര ഇല്ലാത്തൊരു സ്ഥിതി കുന്നത്തുനാട് മണ്ഡലത്തിലുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ പിന്നെ നിലവിലുള്ള MLA ശ്രീനിജനും കുറച്ച് പരിങ്ങലിലാണ് സ്ഥിതി.
അപ്പോൾ സജീന്ദ്രനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ സജീന്ദ്രൻ ഒരു മാന്യനായ രാഷ്ട്രീയക്കാരൻ എം ലിജുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. തീർച്ചയായിട്ടും വായിന്നൊരു വേണ്ടാത്ത വർത്താനം പറയത്തില്ല, ഡീസൻറ്റ് രാഷ്ട്രീയം മാത്രമേ പറയുള്ളൂ, ഒന്നും എൻ്റെ ഒന്നും മാരി വായി തുന്ന് വിളിച്ചു പറയുന്ന ഒരാളല്ല സജീന്ദ്രൻ. അപ്പോൾ സജീന്ദ്രന് അവിടെ വീണ്ടും വരുമ്പോൾ സജീന്ദ്രൻ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം സജീന്ദ്രൻ കുറച്ചു കാലം വർക്കിംഗ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് എറണാകുളം ജില്ലയ്ക്കകത്ത് പെരുമ്പാവൂർ സീറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. പെരുമ്പാവൂർ എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റാനുള്ള നീക്കം നടന്നപ്പം എൽദോസ് കുന്നപ്പള്ളി സാധാരണ സൗമ്യനാണ്, അധികം സംസാരിക്കാത്ത, മാധ്യമങ്ങൾക്ക് ബൈറ്റ് പോലും കൊടുക്കാത്ത, പലപ്പോഴും പല കവിതയൊക്കെ ചൊല്ലുന്ന എൽദോസ് കുന്നപ്പള്ളി ഇന്ന് തകർത്തൊരു പത്രസമ്മേളനമായിട്ട് വിളിച്ചതല്ല, പ്രസ് മീറ്റ് വിളിച്ചതല്ല, മാധ്യമങ്ങൾ ചെന്നപ്പം പത്രസമ്മേളനം നടത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൽദോസ് കുന്നപ്പള്ളി അതിനകത്ത് വരികൾക്കിടയിൽ പല അർത്ഥങ്ങളും ഒളിപ്പിച്ച് വെച്ചിട്ട് കൃത്യമായിട്ട് പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്തു, ഞാൻ എന്തൊക്കെ ചെയ്തു, മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്തു, മണ്ഡലവുമായിട്ടുള്ള ബന്ധം, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് അത് പെൻഡിങ് വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെട്ടാൻ ഇപ്പോൾ അവർക്കൊരു പേടിയുണ്ടായിരിക്കും. പിന്നെ ചെന്ന് കഴിഞ്ഞാൽ വൈക്കം, കോട്ടയം, അങ്ങനെ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ, പുതുപ്പള്ളിയിൽ ചാണ്ടി മുമ്പ് തന്നെ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലും മുഴുവൻ സീറ്റുകളിൽ പറഞ്ഞിട്ടില്ല. അതിന് പിന്നെ കോട്ടയം ജില്ലയിൽ പിന്നെ മുന്നണി ഘടകകക്ഷി കുറച്ച് സീറ്റുണ്ട്. ഏറ്റുമാനൂർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, ഏറ്റുമാനൂർ പറഞ്ഞിട്ടില്ല. അതായത് പിന്നെ കോട്ടയം ജില്ലയ്ക്കകത്ത് ആകെ പറഞ്ഞേക്കുന്നത് മൂവാറ്റുപുഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയ്ക്കകത്തുള്ളത് വൈക്കം, കോട്ടയം, പുതുപ്പള്ളി 3 എണ്ണം. ആലപ്പുഴ ജില്ലയിൽ പോയി കഴിഞ്ഞാൽ അരൂർ ഷാലിമോൾ ഉസ്മാൻ, അതിനകത്ത് നമ്മൾ സംശയിച്ചൊന്നുമില്ല. ദലീമ ചോദിച്ചാൽ ആണോ അപ്പുറത്ത് ചേർത്തല പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹരിപ്പാട് രമേശ് ചെന്നിത്തല തന്നെ, അതിനകത്ത് ചേർത്തല രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ പിന്നെ കരുനാഗപ്പള്ളി CR മഹേഷ്, അതിനകത്തും അത്ഭുതമൊന്നുമില്ല. കൊട്ടാരക്കര ഐഷ പോറ്റി, പഴയ MLA, പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, CPM എന്ന ഐഷ പോറ്റി. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷെ അവർക്ക് കൊണ്ടുവരാമായിരുന്നു, അഡ്വക്കേറ്റ് സാജുകാരെയും കൊണ്ടുവരാമായിരുന്നു. പിന്നെ കുണ്ടറയിൽ വിഷ്ണുദാസ്, കൊല്ലത്ത് ബിന്ദു കൃഷ്ണ. കൊല്ലത്തെ പാനലിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ബിന്ദു കൃഷ്ണയെ വീണ്ടും കൊല്ലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബിന്ദു കൃഷ്ണയെ വിഭജിക്കണമെങ്കിൽ ഭരണത്തിൽ വരികയാണെങ്കിൽ വല്ല മഹിളാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്ത് നിർത്തേണ്ടതായിരുന്നു. എന്നിട്ട് വേറെ സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാവും എന്ന് കരുതിയ സൂരജ് രവി, പഴയ അവിടുത്തെ MLA പിന്നെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന സീനിയറായ നേതാവ് തോപ്പിൽ രവിയുടെ മകനാണ്. സൂരജ് രവിയെ ചാത്തന്നൂർ മണ്ഡലത്തിൽ പിന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ കൺഫേം ആയ കാര്യമാണ്. ചാത്തന്നൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. പുള്ളിക്കും അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ് അത് വലിയ പ്രശ്നം. അവരിപ്പോൾ 3-ാം സ്ഥാനത്ത് ചാത്തന്നൂർ മണ്ഡലത്തിൽ നിൽക്കുന്നത് UDF. അവിടെ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ജില്ലയിലും മുഴുവനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കൊല്ലം ജില്ലയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആലപ്പുഴ ജില്ലയ്ക്കും കൊല്ലം ജില്ലയ്ക്കും ഇടയ്ക്കൊരു ജില്ലയുണ്ട്, പത്തനംതിട്ടയില്ല. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിൽ 1 കേരള കോൺഗ്രസ് ജോസഫിന് പോകുന്നു കൂട്ടിക്കോ, ബാക്കി 4 മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ വരാറുള്ളത്. ഒരൊറ്റ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അടൂർ പ്രഖ്യാപിച്ചിട്ടില്ല. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ. അതും വളരെ ശ്രദ്ധിക്കേണ്ട മണ്ഡലമാണ്. കാരണം ചെങ്ങന്നൂർ ഒരു കാലത്ത് വരെ കോട്ടയായിരുന്നു. ശോഭന ജോർജ് പലതവണ ജയിച്ചു വന്നു, വിഷ്ണുനാഥ് ജയിച്ചു വന്നു, അങ്ങനെയൊക്കെ വന്നു. പക്ഷേ ഇപ്പോൾ സജി ചെറിയാൻ സേഫ് പ്ലേസിൽ നിൽക്കുന്നൊരു മണ്ഡലമാണ്. BJP അവിടെ നിർണായകമായ ഫാക്ടറി തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ആറന്മുള, അടൂര്, റാന്നി, കോന്നി ഇതൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അടൂരാണെങ്കിൽ പിന്നെ സംവരണ സീറ്റാണ്. LDF അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേരിൽ പിടിച്ചു തൂങ്ങിയിട്ട് ഒരു വഴക്കുണ്ടാക്കുക. ഇപ്പം പിന്നെ യേശുക്രിസ്തുവിൻ്റെ അപ്പൻ്റെ പേര് ജോസഫായിരുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പപ്പയുടെ പേര് ജോസഫാന്ന് പറയാൻ ഉപയോഗിച്ചത് യേശുക്രിസ്തുവിൻ്റെ പേര് കോപ്പിയടിക്കാനാണെന്ന് പറഞ്ഞിട്ടാണെന്ന് ആരെയും പറയുന്ന പോലെ. പ്രിജി കണ്ണൻ, ഞാൻ ഭർത്താവിൻ്റെ പേര് അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് പ്രിജി കണ്ണനായി പോയി. ഭർത്താവിൻ്റെ ആണോ അച്ഛൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. അത് മറ്റേ കണ്ണൻ്റെ ഇത് കോപ്പിയടിച്ചതാണെന്നും പറഞ്ഞിട്ടാണ് ഇവർ ആരോപണം ഉണ്ടെങ്കിൽ പേര് മാറ്റാൻ പറ്റും സ്ഥാനാർത്ഥി ആവാൻ വേണ്ടി. പിന്നെ പത്തനംതിട്ട ജില്ലയിൽ ഇവർ മത്സരിക്കുന്ന ഒരൊറ്റ സീറ്റിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് നേരെ തിരുവനന്തപുരം ജില്ലയിൽ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആകെ ചിറയിൻകുഴി രമ്യ ഹരിദാസ്, വട്ടിയൂർക്കാവ് K മുരളീധരൻ, കോവളത്ത് M വിൻസെൻ്റ്. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സീറ്റിൽ, അത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിൽ മത്സരിച്ച് തോറ്റു, പാലക്കാട് ജില്ലയിൽ ഒരു തവണ മത്സരിച്ച് പിന്നെ ആലത്തൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു, അടുത്ത തെരഞ്ഞെടുപ്പിൽ 2024 തോറ്റു. ഇപ്പം നേരെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് തിരുവനന്തപുരം ജില്ലയിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് പിന്നെ രമ്യ ഹരിദാസിനെ. അതായത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ മത്സരിക്കാൻ നിർബന്ധിതയായിട്ടുള്ളൂ, ഫൈറ്റ് ചെയ്യാൻ നിർബന്ധിതയായിട്ടുള്ളൂ BJPക്കകത്ത് പിന്നെ ശോഭാ സുരേന്ദ്രനാണ്. പക്ഷേ കോൺഗ്രസിനകത്ത് ഒരു കാലത്ത് ദേശാടന കിളി എന്ന പേരുണ്ടായിരുന്ന ഒരാളാണ് MMSN. പല ജില്ലയിൽ നിന്ന് പല സ്ഥലത്തു നിന്നൊക്കെ മത്സരിക്കുകയും ജയിക്കുകയും തോക്കുകയൊക്കെ ഒരു സ്ഥിരം പരിപാടിയായിട്ട് കൊണ്ടു നടന്നിട്ട് അങ്ങനെ പറഞ്ഞിരുന്ന രമ്യ ഹരിദാസിനെ അവിടെ കൊണ്ടുവന്നില്ല. അത് ബാലുശ്ശേരിയിൽ ഇടണമായിരുന്നേ. അവിടെ കോലം കത്തിക്കലുണ്ടാവും. ചിറയൻകീഴിൽ കഴിഞ്ഞ ദിവസമൊക്കെ ശക്തമായിട്ട് വനിതാ പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നതാണ്. എന്തായിരുന്നാലും അതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ രമ്യ ഹരിദാസ് മാത്രമേ ഉള്ളൂ മത്സരിക്കാൻ. രമ്യ ഹരിദാസിനെ കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്തങ്ങാണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ആളാ. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇല്ലേ സീറ്റ്, ബാലുശ്ശേരി സീറ്റില്ലേ? ബാലുശ്ശേരി സീറ്റിലെങ്കിൽ രമ്യ ഹരിദാസിനെ നിർത്തിയാൽ പോരെ രമ്യ ഹരിദാസിനെ? അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നിന്ന ചേലക്കരനെ വീണ്ടും വിട്ട് മത്സരിക്കണ്ടേ? അതല്ലേ ചെയ്യണ്ടേ? ചിറയൻകീഴിൽ അവിടുന്ന് പ്രാദേശികമായ പ്രാതിനിധ്യമൊക്കെ വലിയ ഘടകമാണ്. സീനിയർ ലീഡേഴ്സ് അല്ലാത്തവർക്ക്. സീനിയർ ലീഡേഴ്സ് ആന്റണി തിരുരങ്ങാടിയിൽ പോയി ഒന്ന് മത്സരിച്ചു, കരുണാകരൻ
നേമത്തും ബാളയിലും ഒരുമിച്ച് മത്സരിച്ച് ജയിച്ചു. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വേറെ. അതേപോലെ അല്ല ഇത്തരം ലോക്കൽ നേതാക്കന്മാരുടെ അവസ്ഥ. രമ്യ ഹരിദാസിനെയൊക്കെ ഒരു ലോക്കൽ നേതാവായിട്ട് മാത്രമേ ഇപ്പോഴും എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. മുൻ MP എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായിരുന്നാലും രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും പിന്നെ അതേപോലെ തന്നെ VD സതീശനും അതോടൊപ്പമുള്ള കോർ കമ്മിറ്റിക്കകത്തിരിക്കുന്ന ബാക്കി നേതാക്കന്മാരും സാക്ഷാൽ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ ഉറക്ക ഗുളിക കഴിക്കാതെ ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് മാത്രം ഇപ്പം നമുക്ക് പറയാം.